ഇനി ഇത് പറയാൻ ഞാൻ വൈകിക്കൂടാ. ഇപ്പൊ തന്നെ ലേറ്റായി. എന്താന്നല്ലേ പറയാം. കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ എടുത്തേ. ഇന്നത്തെ വിഷയം കുപ്പിവള. എൻ്റെ അമ്മോ, ഇനി ഞാനും കൂടെ ഉള്ളൂ ഇത് പറയാനും വീഡിയോ ആക്കാനും ഒക്കെ ബാക്കിയായിട്ട്. കുപ്പിവളയെക്കുറിച്ചുള്ള വീഡിയോസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ. ചില ഓർമ്മകളായവർത്തുകൊണ്ട് കുറച്ച് കുപ്പിവള കളക്ഷൻ കാണാം. പണ്ട് ഞാനിതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പോലെയായിരുന്നു. എൻ്റെ കയ്യിലില്ലാത്ത ഡിസൈൻസും കളേഴ്സും കുറവാണെന്ന് തന്നെ പറയാം. അന്ന് വള സ്റ്റാൻഡ് അത്ര സുലഭമായിരുന്നില്ല. അമ്മ കുറേ അന്വേഷിച്ചിട്ടാണ് ഒരു സ്റ്റാൻഡ് വാങ്ങി തന്നത്. അതിൽ നിറഞ്ഞു കവിഞ്ഞ് വളകളുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള കുപ്പിവളകൾ പൊട്ടാതെ സൂക്ഷിക്കാൻ മിടുക്കിയായിരുന്നു ഞാൻ. അങ്ങനെയും ചില കഴിവുകൾ. അതിന് ഞാൻ എന്നെ തന്നെ അങ്ങ് പുകഴ്ത്തും. പാവം ഞാൻ. ആ കളക്ഷൻസൊക്കെ എങ്ങോട്ട് പോയോ എന്തോ. ഒരു ഘട്ടത്തിൽ അത് ഞാൻ പാടെ ഉപേക്ഷിച്ചു. മോനുണ്ടായതിനു ശേഷമാണത്. ആ ടൈമിൽ എനിക്കത് തീരെ കംഫർട്ടായിരുന്നില്ല. പിന്നെ അതങ്ങ് മറന്നു തുടങ്ങി. ഇപ്പോൾ വീണ്ടും തുടങ്ങി വാങ്ങി സൂക്ഷിക്കാൻ. ഇനി കുറച്ചുകൂടെ ശേഖരിച്ച് വെച്ചിട്ട് വേണം ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങി ഓർഗനൈസ് ചെയ്യാൻ. പണ്ട് മുത്തശ്ശി അമ്മയൊക്കെ പൂരത്തിന് വളവെക്കുന്നതിനെ കുറിച്ച് വാതോരാതെ പറയും. അതൊക്കെ ഒരു നോവലിലെ രംഗം പോലെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. കൂടെ നിറയെ വളകളുമായി വളക്കാരി വരും. ചുവന്നതും ഗോൾഡനും അങ്ങനെ പല നിറത്തിൽ പല ഡിസൈനിൽ. കൊത്തുവളകളായിരുന്നു അത്രേ അന്നത്തെ ട്രെൻഡ്. അത് അവര് തന്നെ കൈ നിറയെ വെച്ചു കൊടുക്കും. വള വെക്കുവാന്നാ പറയുക. അപ്പൊ മാത്രമേ വളകൾ വാങ്ങുള്ളൂ അത്രേ. പിന്നെ കുപ്പിവളകളാവുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കളികളാ ആ പൊട്ടിയ കഷ്ണങ്ങൾ കൊണ്ട് കളിക്കുന്നത്. ആ ഓർമ്മകൾക്കൊക്കെ കുപ്പിവളകളുടെ നിറവും തിളക്കവും ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. കയ്യിൽ ഒരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. കഥാപ്രസംഗമൊന്നും അല്ല കേട്ടോ. കുപ്പിവളകൾക്ക് പണ്ടേ ജീവിതത്തിലും സാഹിത്യത്തിലും ഒരു സ്ഥാനമുണ്ട്. വളകൾ പല നിറത്തിൽ, ഡിസൈനിൽ, ഷേപ്പിൽ, മെറ്റീരിയലിൽ ഒക്കെ ഇല്ലേ. ഓരോ ഔട്ട്ഫിറ്റിനും ഫംഗ്ഷനും ഒക്കെ പറ്റുന്ന രീതിയിൽ അവനവൻ ഇഷ്ടമുള്ള പോലെ മാച്ച് ചെയ്ത് അങ്ങനെ ഇട്ട് നടക്കാം. ഒരു രസം. ഇപ്പോൾ റീൽസ് വഴി ട്രെൻഡിങ് ആയിട്ട് വളകൾ യൂസ് ചെയ്യാത്തവരും കൂടെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലും ഉണ്ട് 1-2 സ്ഥലങ്ങൾ. പോയി കണ്ടു വാങ്ങിയിട്ട് വരണം. ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്നോ. അല്ലെങ്കിലും നിറങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതിങ്ങനെ മിക്സ് ചെയ്ത് കാണുമ്പോൾ ആർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ.